അമേരിക്കൻ യുദ്ധക്കപ്പലിൽ ഇറാൻ പടയുടെ തേരോട്ടം. കപ്പൽപ്പടയെ വെടിവെച്ചിട്ട് ഇറാന്റെ ആയുധാഭ്യാസ പ്രകടനം എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയെ ഇങ്ങനെ വിറപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അമേരിക്കയുടെ കപ്പലിൽ കയറി വിരട്ടി ഇറാൻ സൈന്യത്തിന്റെ സൈനിക ശേഷി വിളിച്ചോതുന്ന ദിവസങ്ങളായിരുന്നു കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഡ്രോൺ വഴിയുള്ള സന്ദേശങ്ങൾ കൈമാറലുകളും രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കലും ഒക്കെ ആയിട്ട് ഇറാൻ പദ്ധതികൾ നടപ്പാക്കിയിരുന്നുവെങ്കിലും ഇറാന്റെ ഡ്രോണിനെ വെടിവെച്ചിട്ടു എന്നുള്ളൊരു പ്രത്യേകത കൂടി അമേരിക്കയ്ക്കുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അറിഞ്ഞതാണ്. പക്ഷെ അവിടെ ഈ അറബിക്കടലിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം എന്ന് പറയപ്പെടുന്ന പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ്. ഒരു വശത്ത് ഈ സമവായത്തിനുള്ള ശ്രമം നടക്കുമ്പോൾ അമേരിക്കൻ പടക്കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കൺ നേരെ എത്തിയ ഒരു ഇറാൻ ഡ്രോൺ അത് അമേരിക്ക വെടിവെച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇക്കാര്യമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് അത് ഇതിനു മുൻപ് നടന്ന ഒരു സംഭവമാണ്. ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക അയച്ച വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കന്റെ ഒരു ദൃശ്യം ആ പടക്കപ്പൽ ഒമാൻ തീരത്തെത്തും മുൻപ് തന്നെ ഇറാൻ സൈന്യം ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ദൃശ്യത്തിൽ വിമാനവാഹിനി കപ്പലിൽ പാർക്ക് ചെയ്തിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ അടക്കം ദൃശ്യമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ അതീവ സുരക്ഷാ മേഖല പോലെ കടലിൽ നീങ്ങുന്ന വിമാനവാഹിനി കപ്പലിന്റെ ഇത്തരമൊരു ദൃശ്യം ഇറാൻ പുറത്തു വിട്ടതിന് പിന്നിലെ ഉദ്ദേശം എന്ന് പറയപ്പെടുന്ന USS എബ്രഹാം ലിങ്കണും തങ്ങളുടെ പോയിന്റ് ബ്ലാങ്കിലാണ് എന്നതാണ്. അത് അമേരിക്കയെ ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ഇറാന്റെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത്. ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോട്ടോകൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ എവിടെ എന്തു ചെയ്യുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ആ ഫോട്ടോകളിലൂടെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇറാൻ അയച്ച സന്ദേശം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നിരവധി പടക്കപ്പലുകളുടെയും നിരീക്ഷണ സംവിധാനങ്ങളുടെയും